നമസ്കാരം. ഒരു ഗവൺമെന്റിന് എന്തിനാണ് ഇത്രയധികം അധികാരം? അതേസമയം ആ അധികാരം അതിരുകടക്കാതെ, നമ്മളെ ദ്രോഹിക്കാതെ നോക്കുന്നതെന്താണ്? ഈ വലിയ ചോദ്യങ്ങൾക്കുള്ളുത്തരം നിയമത്തിന്റെ രണ്ട് പ്രധാന ശാഖകളിലുണ്ട്: ഭരണഘടനാ നിയമവും പിന്നെ ഭരണനിയമവും. അപ്പോൾ നമുക്ക് ഈ വിഷയം വളരെ ലളിതമായി ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലേ? തീർച്ചയായും ഒരു ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ അധികാരം വേണം. പക്ഷെ ആ അധികാരം ഒരു നിയന്ത്രണവുമില്ലാതെ പോയാൽ എന്താകും അവസ്ഥ? അവിടെയാണ് ഭരണഘടനാ നിയമവും ഭരണനിയമവും ഒരു രക്ഷാകവചം പോലെ നമുക്ക് മുന്നിലെത്തുന്നത്. അപ്പോ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം ആ പ്രധാന ചോദ്യം നമ്മൾ ഒന്നുകൂടി നോക്കും. പിന്നെ ഭരണഘടനാ നിയമം എന്ന ബ്ലൂ പ്രിന്റ് എന്താണെന്ന് മനസ്സിലാക്കും. അത് കഴിഞ്ഞ് ഭരണനിയമം എന്ന യൂസർ മാനുവലിലേക്ക് വരും. ഇവ തമ്മിലുള്ള വ്യത്യാസം, അവയുടെ ഒരു പ്രത്യേകതരം ബന്ധം, പിന്നെ ഏറ്റവും പ്രധാനമായി ഇതെല്ലാം എന്തിനാണ് ഇത്ര പ്രസക്തമാകുന്നതെന്നും നമ്മൾ ചർച്ച ചെയ്യും. ഈ കുറച്ച് സങ്കീർണമായ വിഷയം മനസ്സിലാക്കാൻ നമുക്കൊരു എളുപ്പവഴിയുണ്ട്. ഭരണഘടനാ നിയമത്തെ ഒരു വലിയ കെട്ടിടത്തിന്റെ ബ്ലൂ പ്രിന്റായി സങ്കൽപ്പിക്കുക. ഇനി ഭരണനിയമമോ, അത് ആ കെട്ടിടത്തിലെ കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള യൂസർ മാനുവലാണെന്നും കരുതുക. ഈ ഒരാശയം മനസ്സിൽ വെച്ച് നമുക്ക് മുന്നോട്ടു പോകാം. അപ്പോൾ എന്താണ് ഈ പറയുന്ന ബ്ലൂ പ്രിന്റ്? അതാണ് നമ്മുടെ ഭരണഘടനാ നിയമം. ഒരു രാജ്യത്തിന്റെ അസ്ഥിവാരം എന്ന് തന്നെ പറയാം. ആ രാജ്യത്തിന്റെ മുഴുവൻ ഘടനയും പണിതിരിക്കുന്നത് ഈ നിയമത്തിന്റെ മുകളിലാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ ഇതാണ് നിയമങ്ങളിലെ ബോസ്. രാജ്യത്തെ മറ്റേത് നിയമം എടുത്താലും അതിൻ്റെ എല്ലാം മുകളിലാണ് ഇതിന്റെ സ്ഥാനം. ഗവൺമെന്റിന് എവിടെ വരെ പോകാം, പാർലമെന്റിന് എന്തൊക്കെ അധികാരങ്ങളുണ്ട്, കോടതിയുടെ ശക്തി എന്താണ്, ഇതെല്ലാം ഈ ബ്ലൂ പ്രിന്റിൽ കൃത്യമായി വരച്ചിട്ടിട്ടുണ്ട്. ഇതിന്റെ ഉറവിടം ഒന്നേയുള്ളൂ: നമ്മുടെ ഭരണഘടന തന്നെ. അപ്പോൾ ഈ ബ്ലൂ പ്രിന്റ് എന്തിനാണ് ഇത്രയ്ക്ക് പ്രധാനം? ഒന്നാമതായി, ഇത് ഉറക്കെ പറയുന്നു, ഭരണഘടനയാണ് ഏറ്റവും മുകളിൽ, വേറൊന്നുമല്ല. രണ്ടാമതായി, ഗവൺമെന്റിന്റെ ഓരോ തൂണിനും, അതായത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, അതിൻ്റേതായ അതിർവരമ്പുകൾ നൽകുന്നു. എന്നാൽ ഏറ്റവും പ്രധാനമായി, ഇത് നമ്മുടെയെല്ലാം മൗലികാവകാശങ്ങളുടെ കാവൽക്കാരനാണ്. ഈ ബ്ലൂ പ്രിന്റ് ഇല്ലെങ്കിൽ പിന്നെ എല്ലാം താറുമാറാവും. ശരി, ബ്ലൂ പ്രിന്റ് നമുക്ക് വലിയൊരു ചിത്രം തന്നു. ഇനി ആ വലിയ യന്ത്രം എങ്ങനെയാണ് കൃത്യമായി ഓരോ ദിവസവും പ്രവർത്തിപ്പിക്കേണ്ടത് എന്നറിയണ്ടേ? അതിനാണ് നമ്മുടെ യൂസർ മാനുവൽ, അതായത് ഭരണനിയമം. ഇത് പ്രധാനമായും ശ്രദ്ധിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിലാണ്. ഗവൺമെന്റ് ഏജൻസികൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ അവരുടെ ദൈനംദിന ജോലികൾ ചെയ്യുമ്പോൾ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ? അവർക്ക് നൽകിയിട്ടുള്ള അധികാരം ദുരുപയോഗം ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ഉറപ്പുവരുത്തുകയാണ് ഭരണനിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. ഒന്നാലോചിച്ച് നോക്കിക്കേ, ഈ യൂസർ മാനുവൽ ഇല്ലായിരുന്നെങ്കിലോ? സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് തോന്നുന്നതുപോലെ എന്തും ചെയ്യാമായിരുന്നു. പക്ഷേ ഈ നിയമം ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്ക് ഒരു ബ്രേക്ക് ഇടുന്നു. നിങ്ങൾക്കെന്തെങ്കിലും അന്യായം നേരിട്ടാൽ ഇത് പരിഹാരം നൽകും. ചുരുക്കത്തിൽ, ഇത് ഗവൺമെന്റിനെ ജനങ്ങളോട് ഉത്തരം പറയാൻ നിർബന്ധിതരാക്കുന്നു. അപ്പോ നമ്മൾ ബ്ലൂ പ്രിന്റും കണ്ടു, യൂസർ മാനുവലും കണ്ടു. ഇനി ഇവ രണ്ടും തമ്മിൽ കൃത്യമായി എവിടെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മുടെ ധാരണയെ കൂടുതൽ ഉറപ്പിക്കാൻ സഹായിക്കും. ഈ ടേബിൾ നോക്കൂ. ഇത് കാര്യങ്ങൾ വളരെ വ്യക്തമാക്കും. ഉറവിടം കണ്ടില്ലേ? ഭരണഘടനാ നിയമം വരുന്നത് ഭരണഘടനയിൽ നിന്നാണ്, അതായത് ഏറ്റവും മുകളിൽ നിന്ന്. എന്നാൽ ഭരണനിയമമോ, അത് സാധാരണ നിയമങ്ങളിൽ നിന്നും ചട്ടങ്ങളിൽ നിന്നും സർക്കാർ ഉത്തരവുകളിൽ നിന്നുമൊക്കെയാണ് വരുന്നത്. അതുപോലെ അവയുടെ സ്വഭാവം നോക്കൂ. ഒന്ന് അടിസ്ഥാന തത്വങ്ങൾ പറയുന്നു, മറ്റേത് ആ തത്വങ്ങൾ എങ്ങനെ നടപ്പാക്കണമെന്ന് വിശദീകരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന് ചോദിക്കുന്നത് അധികാരം ആർക്കാണ് എന്നാണെങ്കിൽ മറ്റേത് ചോദിക്കുന്നത് ആ അധികാരം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ്. ഇവ രണ്ടും വ്യത്യസ്തമാണെന്ന് നമ്മൾ കണ്ടു. പക്ഷേ ഇവ തമ്മിൽ ആഴത്തിലുള്ള, ഒരിക്കലും വേർപെടുത്താൻ കഴിയാത്ത ഒരു ബന്ധമുണ്ട്. ഈയൊരു ഉദ്ധരണി ആ ബന്ധത്തിന്റെ ആഴം എത്രത്തോളമുണ്ടെന്ന് നമുക്ക് കാണിച്ചു തരും. അതായത്, ഭരണഘടനാ നിയമമെന്ന വലിയൊരു മരത്തിന്റെ വേരുകളിൽ നിന്നാണ് ഭരണനിയമമെന്ന തൈ മുളച്ചു പൊന്തുന്നത്. ഒന്ന് മറ്റൊന്നിന് ജീവൻ നൽകുന്നു എന്ന് തന്നെ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഉപമയിലേക്ക് തിരികെ വന്നാൽ, ബ്ലൂ പ്രിന്റ് ഒരു അധികാരമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ നൽകുന്നു. എന്നാൽ ആ അധികാരം എങ്ങനെ സുരക്ഷിതമായും കൃത്യമായും ഉപയോഗിക്കണമെന്ന് യൂസർ മാനുവൽ പറയുന്നു. ചുരുക്കത്തിൽ, യൂസർ മാനുവൽ നിലനിൽക്കുന്നത് തന്നെ ബ്ലൂ പ്രിന്റിന്റെ ലക്ഷ്യങ്ങൾ സംരക്ഷിക്കാനാണ്. നിയമത്തിന്റെ കണ്ണിൽ ഇത് എത്ര ശക്തമാണെന്ന് നോക്കൂ. ഒരു കേസിൽ കോടതി പറഞ്ഞത് ഇതാണ്: ഭരണഘടനയാണ് ഏറ്റവും വലുത്, സംശയമില്ല. പക്ഷേ നിയമവാഴ്ച, നീതി തുടങ്ങിയ ഭരണഘടനയുടെ വലിയ ആശയങ്ങളെ നമ്മുടെയെല്ലാം ദൈനംദിന ജീവിതത്തിലെത്തിക്കുന്നത് ഭരണനിയമമാണ്. അതായത്, വലിയ ആശയങ്ങളെ പ്രായോഗികമാക്കുന്ന ഒരു നിയമം. ശരി, ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് വെറും നിയമസിദ്ധാന്തങ്ങളല്ല, ഇവ നമ്മുടെയെല്ലാം ജീവിതത്തെ എങ്ങനെയാണ് നേരിട്ട് ബാധിക്കുന്നതെന്ന് ചില ഉദാഹരണങ്ങളിലൂടെ നോക്കാം. ഉദാഹരണത്തിന്, നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14
നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പു നൽകുന്നുണ്ട്. അതുകൊണ്ടുതന്നെ സർക്കാർ വിവേചനപരമായൊരു നിയമം കൊണ്ടുവന്നാൽ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് റദ്ദാക്കാൻ കോടതികൾക്ക് കഴിയും. ഇതാണ് ബ്ലൂ പ്രിന്റ് നമുക്ക് തരുന്ന സംരക്ഷണം. ഇതൊരു യഥാർത്ഥ ഉദാഹരണമാണ്. ഈ കേസിൽ കോടതി പറഞ്ഞു, തുല്യത എന്നത് പുസ്തകത്തിലെ ഒരു വാക്ക് മാത്രമല്ല, അത് സർക്കാരിന്റെ തോന്നിയവാസങ്ങളിൽ നിന്നുള്ള ഒരു കവചം കൂടിയാണ്. ബ്ലൂ പ്രിന്റ് വെറുമൊരു കടലാസല്ല, അത് നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇറങ്ങിവരുന്നത് ഇതുപോലെയാണ്. ഇനി നമുക്ക് യൂസർ മാനുവലിന്റെ ഒരു ഉദാഹരണം നോക്കാം. ഇത് നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഒരു ഉദ്യോഗസ്ഥന് തോന്നിയ പോലെ നിങ്ങളുടെ ലൈസൻസോ അല്ലെങ്കിൽ ഒരു കട നടത്താനുള്ള പെർമിറ്റോ റദ്ദാക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ ഭാഗം കേൾക്കാനുള്ള അവസരം അവർ നൽകിയേ പറ്റൂ. ഇതിനെയാണ് സ്വാഭാവിക നീതി എന്ന് പറയുന്നത്. ഈയൊരു സുപ്രധാന വിധിയിലൂടെ ചെറിയ ഭരണപരമായ തീരുമാനങ്ങളിൽ പോലും നീതിയും ന്യായവും പാലിക്കപ്പെടണമെന്ന് കോടതി ഉറപ്പിച്ചു. ഇതോടെ യൂസർ മാനുവൽ സാധാരണക്കാരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ശക്തമായ ഒരു ഉപകരണമായി മാറി. അപ്പോൾ നമ്മൾ ഓർത്തുവെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഭരണഘടനാ നിയമം സർക്കാരിന് ഒരു വാൾ നൽകുന്നു എന്ന് കരുതുക. എന്നാൽ ഭരണനിയമം ആ വാളിന് ഒരു ഉറയും അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന നിയമങ്ങളും നൽകുന്നു. ഒന്ന് ശക്തിയാണെങ്കിൽ മറ്റേത് ഉത്തരവാദിത്വമാണ്. അവസാനം, എന്തുകൊണ്ടാണ് ഈ സംവിധാനം ഇത്രയധികം പ്രാധാന്യമർഹിക്കുന്നത്? കാരണം ഇവ രണ്ടും ഒരുമിച്ച് ചേർന്നാണ് നിയമവാഴ്ച എന്ന ജനാധിപത്യത്തിന്റെ അടിസ്ഥാനശിലയെ സംരക്ഷിക്കുന്നത്. അധികാരം കയ്യിലുള്ളൊരു ഗവൺമെന്റ് ജനങ്ങളുടെ അവകാശങ്ങളെ ചവിട്ടമെതിക്കുന്ന ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടമായി മാറാതിരിക്കാൻ ഈ രണ്ട് നിയമങ്ങളും ഒരുമിച്ച് കാവൽ നിൽക്കുന്നു. ഈ ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിടുന്നു. അടുത്ത തവണ ഒരു സർക്കാർ നടപടിയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒന്നാലോചിക്കുക, ഇത് ബ്ലൂ പ്രിന്റിന്റെ ലംഘനമാണോ അതോ യൂസർ മാനുവലിലെ ഒരു പിഴവാണോ? ആ സൂക്ഷ്മമായ അതിർവരമ്പിലാണ് നമ്മുടെയെല്ലാം ജനാധിപത്യത്തിന്റെ ഭാവി നിലനിൽക്കുന്നത്.